യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രാർത്ഥന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്താനാവാത്തതാണ്. ദൈവവും മനുഷ്യനുമായുള്ള ഒരു ആഴമായ സ്നേഹബന്ധത്തെയാണ് നാം ഇവിടെ പ്രകടമാക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നില്ല എന്ന് നമുക്ക് തോന്നാറില്ലേ? ജീവിത വ്യഗ്രതയിലും സുഖലോലുപതയിലും വീണ് നാം പാപം ചെയ്തു പോകുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് നാമൊക്കെ അകന്നു പോകാറുണ്ട്. പരീക്ഷണങ്ങളെയും സന്തോഷങ്ങളെയും ഒരുപോലെ ആലിംഗനം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയം തുറക്കുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കു വേണ്ടി കരങ്ങൾ കൂപ്പുവാൻ ഇന്ന് നമ്മെ സഹായിക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ പേര് മേരി ജെയിൻ. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോളെ വിവാഹം കഴിച്ചിട്ട് 3 വർഷമായി. ഇവിടെ വന്ന് കുഞ്ഞുണ്ടായി ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞോളം നേർന്നതിൻ്റെ ഫലമായി ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ച് യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, ഷെമാ ഇസ്രായേലിൻ്റെ ഈ വചന പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വചനം നമുക്ക് ശ്രവിക്കാം. ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വചനം. എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. വിശേഷമുള്ളൊരു ഈ വചനം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ദൈവത്തിൻ്റെ വചനമാണ്. സോളമൻ രാജാവ്, ദാവീദിൻ്റെ പുത്രനായ സോളമൻ, കർത്താവിന് വേണ്ടി ദേവാലയം പണിയുവാനായിട്ട് കർത്താവ് പ്രത്യേകമായി ഭൂമിയിൽ നിയോഗിച്ചിരുന്ന വ്യക്തിയാണ്. സോളമൻ രാജാവ് തൻ്റെ ആഗ്രഹപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഒരു മനോഹരമായ ദേവാലയം, ജെറുസലേം ദേവാലയം പണിത് പൂർത്തിയാക്കിയ മഹാനായ വ്യക്തിയാണ് സോളമൻ രാജാവ്. സോളമൻ രാജാവിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ കർത്താവ് സന്തോഷനായി. കർത്താവിന് വേണ്ടി ആലയം പണിയുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് ഒരുപാട് സ്നേഹത്തോടെയാണ് കാണുന്നത്. അത് ഭൗതികമായ ദേവാലയം മാത്രമാകണം നിർബന്ധമില്ല. ഭൗതികമായ ദേവാലയത്തെക്കാൾ എത്രയോ വിലയുള്ളതാണ് നമ്മുടെ ശരീരമാകുന്ന ദേവാലയം. അതുകൊണ്ടാണല്ലോ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ ശേഖരിക്കുന്നില്ല, വയലിലെ ലില്ലി പുഷ്പങ്ങളെ നോക്കുവിൻ. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾ എന്തിന് ആകുലപ്പെടുന്നു? വസ്ത്രത്തേക്കാൾ എത്രയോ മഹത്താണ് നിങ്ങളുടെ ശരീരം. വസ്ത്രത്തേക്കാൾ ഒരുപാട് വിശുദ്ധി വേണ്ടതാണ്. ഒരു ദേവാലയം പോലെ പ്രധാനമുള്ളതാണ് ശരീരം. അതുകൊണ്ട് ശരീരമാകുന്ന ദേവാലയത്തെ പറിച്ചും ഈ ഒരു കാര്യം നമുക്ക്
ചിന്തിക്കാം. കർത്താവ് പഠിപ്പിക്കുന്നത് ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് തന്നെയാണ്. ശരീരമാകുന്ന ദേവാലയത്തിലാണ് യഥാർത്ഥത്തിൽ കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിൽ ഉണ്ടാകുന്ന അശുദ്ധികൾ, അതുപോലെ തന്നെ പാപങ്ങൾ, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ദൈവം ഇഷ്ടപ്പെടാത്ത, വെറുക്കുന്ന കാര്യങ്ങളാണ്. ദൈവാനുഗ്രഹത്തിൽ നിന്നും ഒരു വ്യക്തിയെ മാറ്റി നിർത്താനും ദൈവം നൽകുന്ന കൃപകളിൽ നിന്നുമൊക്കെ ഒരു വ്യക്തിയെ അകറ്റി നിർത്താനും അവൻ്റെ ശരീരത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് സാധിക്കും. പാപത്തിൻ്റെ ഏറ്റവും വലിയ പരിണിതഫലമായ മരണമെന്ന് പറയുന്നത് അതുതന്നെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവാനുഗ്രഹവും ഇല്ലാത്ത അവസ്ഥ. മുന്നോട്ട് പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ, പലപ്പോഴും ഒരുപാട് ആളുകൾ കടന്നു വരാറുണ്ട്. തടസ്സങ്ങൾ കടന്നു വരുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ അവിശുദ്ധിയുടെ, ശാരീരിക വിശുദ്ധിയില്ലായ്മയുടെ വലിയ മേഖലകളൊക്കെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളത് തിരിച്ചറിയാനും സാധിക്കും. അതുകൊണ്ട് ദേവാലയം എന്ന് പറയുന്നത് പണിയുവാൻ, നന്നായിട്ട് പണിയുവാനായിട്ട് വിളിക്കപ്പെട്ട ഒരു ഭാഗ്യമുള്ളവരാണ്. ദാവീദ് രാജാവ് കർത്താവിന് വേണ്ടി ദേവാലയം പണിയാൻ ആഗ്രഹിച്ചെങ്കിലും അവൻ്റെ പാപങ്ങൾ മൂലം ആണ് അവന് ദേവാലയം പണിയാനായിട്ട് സാധിക്കാതെ പോയത്. അവൻ ഏറ്റുപറഞ്ഞെങ്കിലും ദാവീദിനെ കർത്താവ് ദേവാലയം പണിയിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. എന്നാൽ സോളമന് ദൈവം അവൻ അനുഗ്രഹം കൊടുത്തു. അവൻ ജ്ഞാനം അന്വേഷിച്ചവനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവായ ദൈവം എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്നിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് ജ്ഞാനം ലഭിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് സോളമൻ, മഹാനായ രാജാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സോളമൻ കർത്താവിന് വേണ്ടി മനോഹരമായ ദേവാലയം പണിതു. എന്നിട്ട് പറയുന്നു, രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കാൻ ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കാൻ വെട്ടുക്കിളിയെ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ മഹാമാരി അയക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ നാമം പേർന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യും, തങ്ങളുടെ മാർഗങ്ങളിൽ നിന്നും പിന്തിരിയുകയും ചെയ്താൽ ഞാൻ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതങ്ങളിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ പറയുന്നത് ക്ഷാമമോ പട്ടിണിയോ മഴയില്ലാത്ത അവസ്ഥയോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഈ ദേവാലയത്തിലേക്ക് വരിക, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുക. ഒന്നാമത്തെ കാര്യം കർത്താവിനെ അന്വേഷിക്കുക. ഇതിനൊരു പ്രശ്നം വരുമ്പോൾ, ജീവിതത്തിലൊരു ദുരിതം വരുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരും തിരിയുന്നത്, ഒരു ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, തുടർച്ചയായിട്ടുള്ള തകർച്ചകൾ വരുമ്പോൾ ചിലരൊക്കെ മറ്റു പല വഴികളും തേടി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ വഴികൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മറ്റേതെങ്കിലുമൊക്കെ ആരാധനയിലും പ്രാർത്ഥനയിലും അന്ധവിശ്വാസങ്ങളിലുമൊക്കെ പെട്ടുപോകുന്നവർ, അനുഗ്രഹങ്ങൾ ലബ്ധിക്ക് വേണ്ടി ചില വസ്തുക്കൾ അണിയുവാനും ചില വസ്തുക്കൾ സ്വീകരിക്കുവാനും അല്ലെങ്കിൽ അനുഗ്രഹ ലബ്ധിക്ക് വേണ്ടി ചില വസ്തുക്കളൊക്കെ കുടുംബങ്ങളിൽ, വീടുകളിലൊക്കെ കെട്ടിത്തൂക്കിയിടുവാനും അതുവഴി അനുഗ്രഹങ്ങൾ കിട്ടുവാനും. പ്രിയപ്പെട്ടവരെ, ഇത്തരം വസ്തുക്കളൊന്നും അല്ല എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരിക. അത്തരം വസ്തുക്കളൊന്നുമില്ല. കർത്താവ് പറയുന്നു, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിനെ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളുടെ ദേവാലയത്തിൽ കർത്താവിനെ അന്വേഷിക്കുക. ദേവാലയം എന്ന് പറയുന്നത് നിൻ്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ അന്വേഷിക്കുക, എന്നെ അന്വേഷിക്കുക. ഈശോയും പറയുന്നുണ്ടല്ലോ, വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അന്വേഷിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിനെ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. വേദനകൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കർത്താവിനെ വിട്ടുപോവുകയല്ല ചെയ്യേണ്ടത്, പിന്നെയോ കർത്താവിനെ അന്വേഷിക്കുക. രോഗക്കിടക്കനായിരിക്കുമ്പോൾ നീ കർത്താവിനെ അന്വേഷിക്കുക. നീ അപകടത്തിൽ പെട്ട് വീണ് കിടക്കുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുക. കടബാധ്യതകളുടെ നടുവിൽ കർത്താവിനെ അന്വേഷിക്കുക. നീ കണ്ടെത്തുക തന്നെ ചെയ്യും. ഒരു പക്ഷേ മറ്റേതെങ്കിലുമൊക്കെ വഴിക്ക് അന്വേഷിച്ച് പോയാൽ നീ ഒരിക്കലും കർത്താവിനെ കണ്ടെത്തുകയില്ല. നിൻ്റെ ജീവിതത്തിൽ നിത്യമായിട്ടുള്ള സമാധാനവും സ്നേഹമോ സന്തോഷമോ ഒന്നും കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നിൻ്റെ ബുദ്ധിമുട്ടുകളിൽ ആദ്യം നീ ചെയ്യേണ്ടത് ദൈവത്തെ അന്വേഷിക്കുക. എവിടെയാണ് ദൈവം ഉള്ളത്? എവിടെയാണ് ദൈവമുള്ളത്? കർത്താവിൻ്റെ സാന്നിധ്യമുള്ളത് ദൈവവചനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിനെ അന്വേഷിക്കുക. ദേവാലയങ്ങളിൽ കർത്താവിനെ അന്വേഷിക്കുക. ദൈവിക സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ദൈവികമായ സാന്നിധ്യമുള്ള വ്യക്തികളിൽ കർത്താവിനെ അന്വേഷിക്കുക. ദൈവ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന
വിശുദ്ധരിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വായിക്കുക, വിശുദ്ധർ കടന്നുപോയ വഴികളൊക്കെ ഒന്ന് കാണുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതല്ലാതെ ലോകത്തിൻ്റെ വസ്തുക്കളിലേക്ക് തിരിയരുത്. പണം തന്നാൽ ദൈവാനുഗ്രഹം തരാം, സമ്പത്ത് തന്നാൽ ദൈവാനുഗ്രഹം തരാം, അല്ലെങ്കിൽ ഇത്ര രൂപ തന്നാൽ ഞാനൊരു സാധനം തരാം, നിങ്ങളത് സൂക്ഷിച്ചു വെച്ചാൽ അനുഗ്രഹം കിട്ടുമെന്ന് പറയുന്ന വഴികളിലൂടെ പോകാതെ വിഷമം വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുക. എന്നിട്ട് കർത്താവ് പറയുന്നു, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കണം? എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കുറവുകളെയും ബലഹീനതകളെയും ഒക്കെ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം. ഏറ്റവും എളിമപ്പെടുത്തിയുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക. മറ്റൊരു വ്യക്തിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വയമായിട്ട് കർത്താവിന് മുമ്പിലേക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒത്തിരി ബലവത്തായ പ്രാർത്ഥനയാണ് മറ്റുള്ളവർ എനിക്ക് വേണ്ടിയുള്ള നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയേക്കാൾ ശക്തിയുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി മറ്റുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ എളിമപ്പെടുകയാണ്. ഒരുപക്ഷെ നിൻ്റെ സഹോദരനോ സഹോദരിയോ ആരുമായിക്കോട്ടെ, ആ വ്യക്തിയുടെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയാണ്. അതുപോലെ എളിമപ്പെടുത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണല്ലോ കുമ്പസാരം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ എളിമപ്പെടുത്തുക. വൈദികൻ്റെ മുമ്പിൽ, കുമ്പസാരക്കുള്ളിലിരിക്കുന്ന വൈദികൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ സ്വയം എളിമപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് കുമ്പസാരം. എളിമപ്പെടുത്തുക. എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ തിരിച്ചറിയുക. കർത്താവെ, ഞാൻ പാപിയാണ്, കുറവുള്ള വ്യക്തിയാണെന്ന് ഏറ്റുപറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എളിമപ്പെടുത്തുവാനായിട്ട് മറ്റു കാര്യങ്ങളുണ്ട്. ഉപവാസം നമ്മൾ എളിമപ്പെടുത്തും. ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മറ്റാരും അറിയാതെ നീ ചില കാര്യങ്ങൾ, നിൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സ്വയം എളിമപ്പെടുത്തിയുള്ള പ്രാർത്ഥനയാണ് ഉപവസിച്ചുള്ള പ്രാർത്ഥന. അങ്ങനെ സ്വയം എളിമപ്പെടുത്തണം. അതാണ് കർത്താവ് പറയുന്നത്, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഫരിസേയനും അതുപോലെ തന്നെ ചുങ്കക്കാരനും. രണ്ടുപേരുടെയും പ്രാർത്ഥന നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഈശോ കണ്ട പ്രാർത്ഥനയാണ്. രണ്ടുപേരുടെയും പ്രാർത്ഥന ഈശോ കാണുന്നുണ്ട്. ദേവാലയത്തിലാണ് രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള ഈ ദൈവവചനത്തിൻ്റെ ദിനവൃത്താന്ത പുസ്തകം 2-ാം അധ്യായം 2-ാം ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിനകത്ത് പറയുന്നത് പോലെ തന്നെയാണ് യേശുവും പറയുന്നത് ദേവാലയത്തിൽ രണ്ട് വ്യക്തികൾ കയറി പോകുന്നു. ഈശോ രണ്ടുപേരെയും കാണുന്നുണ്ട്, കർത്താവ് രണ്ടുപേരെയും കാണുന്നുണ്ട്. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ അതിനകത്ത് ഫരിസേയൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്, കർത്താവെ, ഞാൻ പാപി അല്ല എന്ന് പറഞ്ഞാൽ അവൻ അഹങ്കാരത്തിൻ്റെ മുകളിലാണ്. എളിമപ്പെടാൻ അവൻ തയ്യാറില്ല. അവൻ എളിമപ്പെടേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ആവശ്യത്തിനെല്ലാം അങ്ങ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവനെപ്പോലെയല്ല, ഇവനെപ്പോലെയല്ല, ഞാൻ അവരെപ്പോലെയല്ല. ഞാൻ ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ഞാൻ ദേവാലയത്തിൽ സ്ഥിരമായി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫരിസേയൻ്റെ പ്രാർത്ഥന. ഫരിസേയൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് പഠിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ഒരു ചുങ്കക്കാരൻ ദേവാലയത്തിനകത്തേക്ക് കയറാൻ പോലും ശക്തിയില്ലാതെ ദേവാലയ വാതിക്കൽ നിന്ന് അവൻ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞാൻ പാപിയാണ്. അവൻ്റെ പ്രാർത്ഥന, അവന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, എല്ലാവരും തള്ളിപ്പറയപ്പെട്ടവനാണ്, ഞാൻ ചുങ്കക്കാരനാണ്, ഞാൻ പാപിയാണ്, അതുകൊണ്ട് എന്നോട് കരുണ തോന്നണമേ നാം പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈശോ പറയുന്നു, ഈ ചുങ്കക്കാരൻ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി ദേവാലയത്തിൽ നിന്ന് മടങ്ങി. ആരാൽ നീതീകരിക്കപ്പെട്ടത്? ദൈവത്താൽ നീതീകരിക്കപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ പോകുമ്പോൾ, ധ്യാനം കൂടാൻ പോകുമ്പോൾ, വചനപ്രഘോഷം കേൾക്കാൻ പോകുമ്പോൾ സ്വയം നീതീകരിക്കപ്പെടണമെങ്കിൽ കർത്താവ് നമ്മളെ നീതീകരിക്കപ്പെടും. സ്വയം നീതീകരിച്ചിട്ട് കാര്യമില്ല. കർത്താവ് എന്നെയും നിങ്ങളെയും നീതീകരിക്കണമെങ്കിൽ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കണ്ണ് നിൻ്റെ നേരെ തുറക്കണമെങ്കിൽ നീ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. എളിമയോടെയുള്ള പ്രാർത്ഥന. ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിയെന്ന് ദൈവം തന്നെയാണ്, ദൈവപുത്രൻ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ചില പ്രാർത്ഥനകളൊക്കെ കേൾക്കപ്പെടാതെ പോകുന്നത്, ചില പ്രാർത്ഥനയൊക്കെ അർത്ഥശൂന്യമായ പ്രാർത്ഥനകളായി പോകുന്നത്, വെറും കപടനാട്യങ്ങളും വെറും ഭക്ത അഭ്യാസങ്ങളുമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ടാണ്. ഫരിസേയൻ്റെ പ്രാർത്ഥനാ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന കൊണ്ടാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞും മറ്റുള്ളവരുടെ കുറവുകൾ കാണിച്ചും മറ്റുള്ളവരെ പോലെ അല്ല ഞാനെന്ന് സ്വയം ആത്മാഭിമാനം നടത്തിയും ആത്മാഭിമാനത്തിൻ്റെ മുകളിൽ അഹങ്കരിച്ചുമുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പിൽ എത്തുന്നില്ല എന്നുള്ളത് തിരിച്ചറിയുക എൻ്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വചനം പഠിപ്പിക്കുന്നു, സ്വയം എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. നിൻ്റെ ശരീരത്തെ എളിമപ്പെടുത്തുക. നിൻ്റെ ദേവാലയമാകുന്ന ശരീരത്തിൽ നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എളിമപ്പെടുക. പാപമില്ലാത്തവരായി എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ ആരുമില്ല.
പാപമില്ലാത്തവരായി ഭൂമിയിൽ ആരുമില്ല. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പാപങ്ങളും കുറവുകളും ബലഹീനതകളും ഉള്ളവരാ നമ്മളൊക്കെ. ആ പാപത്തിൻ്റെയും ബലഹീനതയുടെയും തിരിച്ചറിയുക, ആ പാപത്തെയും ബലഹീനതയും തിരിച്ചറിയുക. കർത്താവിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കെല്ലാം തിരിച്ചറിയുക. അതാണ് എന്നെയും നിങ്ങളെയും എളിമപ്പെടുത്തുന്നത്. ആ ചുങ്കക്കാരനെ എളിമപ്പെടുത്തിയതുപോലെ വീണ്ടും കർത്താവ് പറയുന്നു, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും പിന്തിരിയുകയും ചെയ്താൽ. ദുർമാർഗങ്ങളിൽ നിന്നും പിന്തിരിയുക. മോശമായ വഴികൾ ഏതാ ദുർമാർഗങ്ങൾ? നല്ല വഴികളല്ലാത്തതൊക്കെ ദുർമാർഗങ്ങൾ. നല്ല വഴികൾ ഏതാണ്? കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന വഴികൾ. അതേതാണ്? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുള്ള വഴികൾ. ദൈവ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പോയിരിക്കുന്ന എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും പിന്തിരിയുക. പോയിരിക്കുന്ന വഴികളിൽ നിന്നും പിന്നിലേക്ക് പിന്തിരിയുക. ചിലപ്പോഴൊക്കെ പലർക്കും പിന്തിരിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇനി എങ്ങനെ തിരിച്ചു വരിക? ഇത്രയും ദൂരം പോയില്ലേ, ഇത്രയും ദൂരം ഞാൻ മോശമായ വഴിയിലൂടെ ചില ആളുകളുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ. ഇപ്രകാരം ചിന്തിക്കുന്നവരുണ്ട്, അയ്യോ ഞാൻ ഒരുപാട് ദൂരം പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, സഹോദരങ്ങളിൽ നിന്ന് അകന്നുപോയി, ഇനി ആരും എന്നെ സ്നേഹിക്കുകയില്ല, ആർക്കും എന്നെ വേണ്ട, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ചിരിക്കുക. നിരാശപ്പെട്ട് കഴിയുന്നവർ, ഇനി ജീവിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് കരുതുന്ന ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മധ്യവയസ്കകളും ഒക്കെയുണ്ട്. ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് ആരും എന്നെ സ്നേഹിക്കില്ല. പക്ഷേ കർത്താവ് പറയുന്നു, മോളെ നീ നിന്റെ ദുർമാർഗത്തിൽ നിന്നും പിന്തിരിയുക. ഇതാണ് പിന്തിരിയാനുള്ള സമയം. ധൂർത്തപുത്രൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഈശോ അവതരിപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന ധൂർത്തപുത്രൻ ചെയ്യുന്ന ഇതാണ്. അവൻ ഒരുപാട് ദൂരം അകലെപ്പോയി. തൻ്റെ പിതാവിൽ നിന്നും തൻ്റെ സഹോദരനിൽ നിന്നും ഒരുപാട് ദൂരം അകലെപ്പോയിട്ടും അവൻ പിന്തിരിയാൻ തീരുമാനമെടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര അകലെയാണ് നീ നിൽക്കുന്നതെങ്കിലും നിനക്ക് തിരിയാൻ സമയമുണ്ട്. നീ സമയം പിന്തിരിയുക. നിൻ്റെ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിയുക. നിൻ്റെ തെറ്റുകളുടെ വഴിയിൽ നിന്ന് പിന്തിരിയുക. ഈ നിമിഷം വരെ നീ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും ക്ഷമിക്കാൻ കഴിവുള്ളവൻ നിന്നെ വിളിക്കുന്നു. നീ തിരിച്ചു വരിക, കർത്താവിൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരിക. നിന്റെ ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കുക. കർത്താവ് നിന്നെ വീണ്ടെടുക്കും. ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കൾക്കും നിന്നെ വേണ്ട, ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളിക്കും നിന്നെ വേണ്ട, നിന്റെ മക്കൾക്ക് നിന്നെ വേണ്ട. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മകളെ, നിന്റെ കർത്താവിന് നിന്നെ വേണം. നിന്നെ സൃഷ്ടിച്ചവന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ ഇത്രമാത്രം പ്രായമായി പോയി, ഇത്രയും അകലെ പോയില്ലേ, ഇനി തിരിച്ചു വരാൻ പറ്റുമോ? കർത്താവ് പറയുന്നു, നീ നിന്റെ ദുർമാർഗങ്ങളിൽ തിരിച്ചു വരിക. പാപിയുടെ നാശമല്ല കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് വചനം പഠിപ്പിക്കുന്നു. അവൻ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ്. ഒരു നിമിഷം ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയാനായിട്ട് തീരുമാനമെടുക്കാം. ദൈവം അനുവദിക്കാത്ത, ദൈവം പറഞ്ഞു തരാത്ത, ദൈവം ഇഷ്ടപ്പെടാത്ത വഴികളിലൂടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കാം. അതാണ് കർത്താവ് പറയുന്നത്, ദുർമാർഗങ്ങളിൽ നിന്നും പിന്തിരിയുക. എന്നിട്ട് വചനം പറയുന്നു, ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശം സമ്പുഷ്ടമാക്കും. ഇങ്ങനെയുള്ള പ്രാർത്ഥന സ്വർഗത്തിൽ നിന്നും കേൾക്കും. സ്വർഗം കേൾക്കുന്ന പ്രാർത്ഥന, ദൈവവചനത്തിലൂടെ ദൈവം സംസാരിക്കുകയാണ്. സ്വർഗം കേൾക്കുന്ന പ്രാർത്ഥന ഇതാണ്. സ്വർഗം തുറക്കുവാനായിട്ട് ശക്തിയുള്ള പ്രാർത്ഥന ഇതാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് സ്വർഗം തുറന്നിരിക്കുന്നത്, അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായത്. എന്നിട്ട് പറയുന്നു, ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും. അതാണ് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി. സ്വർഗം പ്രാർത്ഥന കേട്ടാൽ ആദ്യം പാപങ്ങൾ ക്ഷമിക്കും. നമ്മൾ കാണുന്നുണ്ട്, തളർവാദ രോഗിയെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം ഈശോ പറയുന്നത്, മകനേ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷമാണ് പറയുന്നത്, നീ നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് ദൈവാനുഗ്രഹത്തിന് മുമ്പിലും കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും വന്നിരിക്കുന്ന കുറവുകൾ പരിഹരിക്കാൻ, അത് മോചിക്കാൻ, ക്ഷമിക്കാനായിട്ട് കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എത്രമാത്രം പാപങ്ങൾ നമ്മൾ ദൈവത്തിനെതിരായും സഹോദരങ്ങൾക്കെതിരായും നമ്മുടെ ശരീരത്തിനെതിരായും ചെയ്യുന്നു. ഇത് ആര് ക്ഷമിക്കും? അത് ക്ഷമിക്കാൻ കഴിവുള്ള ദൈവത്തിന് മാത്രമാണ്. നമുക്കെല്ലാവരുടെയും കാൽക്കൽ പോയി മാപ്പ് ചോദിച്ച്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരുടെയും കാൽക്കൽ പോയി ഒരുപക്ഷെ ക്ഷമ ചോദിക്കാനോ അവരോട് ചെയ്തു പോയ തെറ്റുകളും ഒക്കെ മാപ്പ് ചോദിക്കാനോ നമുക്ക് പറ്റാതെ വരാം. പക്ഷേ കർത്താവിന് മുമ്പിൽ മാപ്പ് ചോദിക്കാം. കർത്താവ് ക്ഷമിക്കും. കർത്താവ് ക്ഷമിച്ചാലാണ് ദൈവാനുഗ്രഹം ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് ആരെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ക്ഷമിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നൽകുന്ന ക്ഷമ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നു, സ്വർഗം തുറന്ന് എങ്ങനെയാ ആദ്യം പാപങ്ങൾ ക്ഷമിക്കപ്പെടും.
ആ ക്ഷമിക്കപ്പെടുവാനുള്ള ആഗ്രഹത്തോടെ കർത്താവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനും ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിക്കുവാനും അതനുസരിച്ച് അനുതപിച്ച് ഒരു മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കാനും തീരുമാനമെടുക്കണം. എന്നിട്ട് പറയുന്നു, അങ്ങനെ പാപങ്ങൾ ക്ഷമിച്ച ശേഷം അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. നീ ജീവിക്കുന്ന സ്ഥലം, നിൻ്റെ കുടുംബം, നിൻ്റെ ചുറ്റുപാടുകൾ, നിൻ്റെ ബിസിനസ്, നിൻ്റെ കൃഷി, അതുപോലെ നിൻ്റെ ജോലി, എല്ലാ കാര്യങ്ങളിലും കർത്താവ് പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെ ഉണ്ടാകും. കർത്താവിൻ്റെ കരം നിനക്ക് അനുഭവിക്കാൻ പറ്റും. പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് മടുത്തു പോകുന്നവരാ, ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നവരാ. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, അച്ഛൻ മടുത്തു, ഒറ്റയ്ക്ക് മടുത്തു, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല. കർത്താവിൻ്റെ കരം സഹായിക്കാൻ കൂടെ അനുഭവം ഉണ്ടാകാത്തതാണ്, അനുഭവവേദ്യമാകാത്തതാണ് അതിന് കാരണം ഇത്രയേ ഉള്ളൂ, കർത്താവ് നമ്മളെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ദേശം സമ്പുഷ്ടമാകും, നിൻ്റെ കുടുംബം സമ്പുഷ്ടമാകും, നിൻ്റെ വ്യക്തിജീവിതം, നിൻ്റെ ബിസിനസ് എല്ലാം സമ്പുഷ്ടമാകും. എങ്ങനെ പ്രാർത്ഥിച്ചാൽ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക, കർത്താവിനെ അന്വേഷിച്ച് പ്രാർത്ഥിക്കുക, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുക, കർത്താവിന് മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറയുക. ശക്തമായ പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ. അങ്ങനെ സോളമനോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പൂർത്തിയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാം, ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. അങ്ങനെ വിശുദ്ധിയുള്ള ദേവാലയങ്ങളായി ജീവിക്കുന്ന നമ്മുടെ ജീവിതം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറും. നമ്മുടെ വിശുദ്ധി ലോകമെങ്ങും അറിയപ്പെടും. നമ്മുടെ വിശുദ്ധിക്ക് കർത്താവ് വിലയിടും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, നമ്മളിലൂടെ അനേകരെ അനുഗ്രഹിക്കപ്പെടും. അതിനായി സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുറവുകളെ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിൽ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് തിരിയാം. നമ്മൾ കേട്ട വചനം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന സമയമായത്. നമ്മൾ കേട്ടത് ആദിയിലുണ്ടായിരുന്ന വചനമാണ്. ദൈവം തൻ്റെ മക്കളോട് എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന വചനമാണ് നമ്മൾ കേട്ടത്. ജീവിതത്തിൽ എവിടെയെങ്കിലും തിരുത്തലുകൾ വരുത്തുവാനുണ്ടെങ്കിൽ ഒരു നിമിഷം ആ മേഖലയിൽ തീരുമാനമെടുക്കട്ടെ. കർത്താവിന് മുമ്പിലേക്ക് തിരിയുന്നതിന് മുമ്പ് നമ്മൾ വചനം കേട്ടതുപോലെ, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തുമെന്ന് അരുളി ചെയ്ത കർത്താവ് തന്നെയാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മളോട് സംസാരിച്ചത്. അന്വേഷിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുകയാണ്. ഈ അപ്പത്തിൽ ദൈവമുണ്ട്. ഓരോ ദിവ്യ സക്രാരിയിലും വിശുദ്ധ കുർബാനയിലും ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഒരു നിമിഷം കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നമ്മുടെ തൊട്ടടുത്ത് അറിഞ്ഞുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈശോയെ നോക്കി, ദിവ്യകാരുണ്യത്തിലെ ഈശോയെ നോക്കി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവെ, ഇപ്പോൾ ഹൃദയം കൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് കാണുന്നുവല്ലോ. അങ്ങ് സ്തുതികളിൽ വാഴുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ജീവിക്കുന്ന ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈ മക്കളുടെ സ്തുതി ആരാധനകൾ സ്വീകരിച്ച് ഇവരെയും ഇവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നമുക്ക് നോക്കാം. ഒരു നിമിഷം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് പങ്കുവയ്ക്കാം. വചനം പഠിപ്പിച്ച് നമ്മൾ കേട്ടതാണ്, എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ പിന്തിരിയുകയും ചെയ്താൽ അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശം സമ്പുഷ്ടമാക്കും. എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആരുമല്ല. നീ ജോലിക്കാരനോ കൃഷിക്കാരനോ ബിസിനസ്സുകാരനോ
ആരുമായിക്കൊള്ളട്ടെ, എൻ്റെ ഒരു നിമിഷം എളിമപ്പെട്ടെ. കർത്താവൻ തന്ന ദാനം മാത്രമേ നമുക്കുള്ളൂ. ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല. വേദനയുടെ സമയത്തും തകർച്ചയുടെ സമയത്തും കഷ്ടതയുടെ സമയത്തും മാത്രമല്ല കർത്താവിനെ വിളിക്കേണ്ടത്. നിനക്ക് സൗഭാഗ്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും നീ കർത്താവിനെ നോക്കണം. ഒരു നിമിഷം ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഒരു നിമിഷം കർത്താവിനെ നോക്കി കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഒപ്പം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. എളിമയോടെ പ്രാർത്ഥിക്കുന്നവർക്കാണ് കർത്താവ് കൃപ കൊടുക്കുക. എളിമയോടെ പ്രാർത്ഥിക്കുന്നവർക്കാണ് കർത്താവ് അനുഗ്രഹങ്ങൾ നൽകുക. എളിമപ്പെട്. ഒരുപക്ഷെ നിൻ്റെ രോഗം, നിൻ്റെ കഷ്ടപ്പാടുകൾ, നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ എളിമ നൽകാൻ വേണ്ടി, നീ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്ന അവസരങ്ങളായിരിക്കാം. ആ അവസ്ഥയിലായിരുന്നു കൊണ്ട് കർത്താവിന് മുമ്പിൽ എളിമയോടെ പ്രാർത്ഥിക്കുക. നമുക്ക് കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യുക സാധ്യമല്ല. കണ്ണുനീരോടെ ഈശോയുടെ കരങ്ങളിലേക്ക് കരങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. സാധിക്കുന്നവരൊക്കെ യാചനാപൂർവ്വം കരങ്ങൾ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. വൈദികരായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ യാചനാപൂർവ്വം എളിമയോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈ മക്കളിലേക്ക് ഇവർ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകണമേ. രോഗസൗഖ്യങ്ങളും വിടുതലുകളും കർത്താവെ നൽകണമേ. തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. കെട്ടുകൾ അഴിക്കണമേ. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ക്ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിലെ ശുശ്രൂഷകരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കളിലേക്ക് വലിയ അനുഗ്രഹം ഒഴുകട്ടെ. ഇവരുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം ഒഴുകട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാ നുഖങ്ങളും ഒടിയട്ടെ. യേശു എന്ന നാമത്തിൽ ഈശോയുടെ സാന്നിധ്യത്തിന് മുമ്പിൽ എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.